വിമാനത്തിലുണ്ടായിരുന്ന 290ഓളം യാത്രക്കാർ അന്ന് തൽക്ഷണം വെന്ത് മരിക്കാണ്ടായിരുന്നത് ആകാശത്തുനിന്ന്. എന്തുകൊണ്ട് ആക്രമിച്ചു, യാത്രാ വിമാനം എന്തുകൊണ്ട് ആക്രമിച്ചു അന്ന് ചോദിച്ചപ്പോൾ അന്ന് USSന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു F-14 വിമാനമാണ്, ഫൈറ്റർ ജെറ്റ് ആണെന്ന് വിചാരിച്ചു. ഇറാൻ ഞങ്ങൾ കപ്പലിനെ ആക്രമിക്കാൻ വരികയാണെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വിമാനം അന്ന് തകർത്തത് എന്നായിരുന്നു USന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്ന അന്നത്തെ പ്രസ്താവന. ഇന്ന് ജൂലൈ 3, 2026 ഇറാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നത നേതാവിൻ്റെ ഖബറടക്കത്തിൻ്റെ അതല്ലെങ്കിൽ അതിൻ്റെ വിലാപ യാത്രയുടെ ആദ്യ ദിവസമായിട്ടാണ് അവരിന്ന് കാണുന്നത്. ലോക നേതാക്കൾ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ കണ്ടു. ഇന്ത്യയിൽ നിന്നും പോയിട്ടുണ്ട് ചില ഡെലിഗേറ്റ്സ് അങ്ങോട്ട്. ഇന്ത്യയിൽ നിന്ന് ഡെലിഗേറ്റ്സ് മാത്രമല്ല, നൂറുകണക്കിന് ആളുകൾ ഇന്നുമായിട്ട് ഇറാനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റെനിക്ക് തോന്നുന്നില്ല ലോകത്തെ ഏതെങ്കിലും ഒരു ലോക നേതാവ് മരിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം ആളുകൾ എത്തും എന്നുള്ള കണക്ക്. ഏകദേശം അവരുടെ കണക്ക് പ്രകാരം 25 ലക്ഷം മുതൽ 35 ലക്ഷം വരെ ആളുകൾ ഇറാനിലോട്ട് ഔട്ട്സൈഡ് ഇറാനിന് വരും എന്നാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല കേട്ടോ ജൂലൈ 3 ഇറാനികൾക്ക് ഇന്നൊരു വേദന സമ്മാനിച്ചിട്ടുള്ളത്. അതായത് 1988 ജൂലൈ 3 ഇറാന്റെ എയർ ഫ്ലൈറ്റ് 655 പേർഷ്യൻ ഉൾക്കടലിന്റെ മുകളിലൂടെ പാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഒരു വാർഷിപ്പ് 2 മിസൈലുകളാണ് ആ ഒരു വിമാനത്തിന് നേരെ അന്ന് തൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അന്നത്തെ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് USS വിൻസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർഷിപ്പായിരുന്നു അന്ന് ഈ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്ന 290ഓളം യാത്രക്കാർ അന്ന് തൽക്ഷണം വെന്ത് മരിക്കാണ്ടായിരുന്നത് ആകാശത്തുനിന്ന്. അതിൽ തന്നെ 66 കുട്ടികളും 34ഓളം വിദേശ പൗരന്മാരും ആ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നു. ദുബായിൽ നിന്നും തിരിച്ച് ടെഹ്റാനിലോട്ട് വന്നിരിക്കുന്ന ഒരു വിമാനമായിരുന്നു അത്. ഇത് എന്തുകൊണ്ട് ആക്രമിച്ചു, യാത്രാ വിമാനം എന്തുകൊണ്ട് ആക്രമിച്ചു അന്ന് ചോദിച്ചപ്പോൾ അന്ന് USSന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു F-14 വിമാനമാണ്, ഫൈറ്റർ ജെറ്റ് ആണെന്ന് വിചാരിച്ചു. ഇറാൻ ഞങ്ങൾ കപ്പലിനെ ആക്രമിക്കാൻ വരികയാണെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വിമാനം അന്ന് തകർത്തത് എന്നായിരുന്നു USന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്ന അന്നത്തെ പ്രസ്താവന. അതുമാത്രമല്ല, അന്ന് ആ തകർത്ത ആ കപ്പലിൻ്റെ ക്യാപ്റ്റന് ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ടുള്ള USന്റെ ബഹുമതി കൊടുത്ത് അന്ന് അയാളെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് അമേരിക്കയുടെ ചിന്താഗതി പോകുന്നത്, അല്ലെങ്കിൽ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലിൻ്റെ ചിന്താഗതികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഈ ഒരു പരിപാടി ഇപ്പം ഈ ഒരു ഫ്യൂണറൽ ഫംഗ്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് ആക്രമിക്കാൻ വരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇസ്രായേലികൾ. അതായത് ഏത് രീതിയിലും ഒരു യുദ്ധം നടക്കുന്നതിന് മുമ്പായിട്ടുള്ള ചർച്ചകൾക്കിടയിൽ അവിടേക്ക് ആക്രമിച്ചിട്ട് ഏകദേശം 160ഓളം കുട്ടികളെയും ആ കൂട്ടത്തിൽ ആയത്തുള്ള അലി ഖാംനി, അദ്ദേഹത്തിൻ്റെ കുടുംബം, ബാക്കി എല്ലാ ആളുകളെയും ഒരു പ്രകോപനവും ഇല്ലാണ്ട് അങ്ങോട്ട് കയറി ആക്രമിച്ച് കൊന്നു കളഞ്ഞിട്ടുള്ള ആളുകളാണ് ഇസ്രായേലികൾ. അതിനെ കൂട്ടുന്നത് അമേരിക്കയുമാണ്. അപ്പം ഈ ഒരു ജൂലൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഇറാനികൾക്ക് മറക്കാൻ പറ്റാത്തതിന് കാരണം ഈ ഒരു സംഭവം തന്നെയാണ്. അന്ന് ഒരു കാരണമില്ലാണ്ട് ഒരുപാട് നിരപരാധികൾ അന്ന് ഇങ്ങനെയും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ്റെ വക്താക്കൾ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു ദിവസം, ഇപ്പോൾ ഇന്ന് അവിടെ ലോക നേതാക്കൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖാംനയുടെ മയ്യത്ത് കാണാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകാൻ, അല്ലെങ്കിൽ കബറടക്കത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പേര് അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഇനിയുള്ള 6 ദിവസങ്ങളാണ് അവിടെ ദുഃഖാചരണം, വിലാപയാത്രകളൊക്കെ ആയിട്ട് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇതൊരു മെമ്മറി ആയിട്ട് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണ്. കാരണം 1988 നടന്നിട്ടുള്ള ആ ഒരു ദുരന്തവുമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിതിനെ കാണുന്നു എന്നാണ് ഇറാൻ്റെ വക്താക്കൾ ഇപ്പം പുറത്തോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇറാൻ്റെ സൈനിക നേതാക്കൾ മറ്റ് ചില കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആയത്തുള്ള അലി ഖാംനിയെ വധിച്ചത് ഒരിക്കലും ഇറാൻ മറക്കുന്നൊരു കാര്യമല്ല, അതൊരു റിവഞ്ച് ആയിട്ട് അല്ലെങ്കിൽ പ്രതികാരമായിട്ട് തന്നെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും എന്നാണ് ഇറാൻ്റെ വക്താവ് ഇപ്പം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുള്ള റിവഞ്ച് ഏത് സമയം ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. بدون تردید این شهادت اراده ما رو قوی‌تر کرد. ما امروز با اراده محکم‌تر به دشمنان ملت ایران، امریکای جنایتکار، رژیم صهیونیستی خائن و جنایتکار میگیم که تقاص خون امام شهیدمون و همه شهدامون رو خواهیم گرفت. ഇന്ന് രാവിലെ മുതൽ നമ്മൾ മറ്റൊരു വാർത്ത കാണുന്നുണ്ട് അല്ലേ? അതായത് ഇറാൻ്റെ നേതാക്കളെ കൊന്നുകളയാൻ അല്ലെങ്കിൽ തീർത്ത് കളയാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഒരുക്കിയ ഒരു പ്ലാനിനെ പറ്റി നമ്മൾ കണ്ടു. ആ പ്ലാൻ തകർത്ത് കളഞ്ഞത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് ആണെന്നാണ് ഇപ്പം പുറത്തോട്ട് വരുന്നത്. ഈ ന്യൂസ് അല്ലെങ്കിൽ ഈ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസും അന്നത്തെ വീഡിയോസൊക്കെ നമ്മൾ അതായത് ഏപ്രിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്, നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏപ്രിലിൽ നടന്നിട്ടുള്ള ഒരു ആദ്യഘട്ട ചർച്ചയുടെ ഭാഗമായിട്ട് ഏപ്രിൽ 12 അമേരിക്കയുടെ JD വാൻസും അതുപോലെ തന്നെ ഇറാൻ്റെ അബ്ബാസ് അറാച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നത് പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഗർ ഖാലിബാബും അന്ന് ഇസ്ലാമാബാദിലെത്തി ആദ്യത്തെ ഒരു ചർച്ച അന്ന് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ചർച്ച കഴിഞ്ഞ് ഏപ്രിൽ 12 തിരിച്ച് വരികയായിരുന്നു ഈ ഇറാനിയൻ പ്രതിനിധികൾ. തിരിച്ചു വരുന്ന സമയത്ത്
അവരെ ഇറാനിയൻ ബോർഡറിൽ വെച്ചിട്ട് തന്നെ ഫൈറ്റർ ജെറ്റുകൾ വിട്ടിട്ട് ആ വിമാനം തകർത്ത് കളഞ്ഞ് ഇറാന്റെ നേതാക്കളെ തകർത്ത് കൊന്നുകളയുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ചെകുത്താന്മാരുടെ ഉള്ളിലിരിപ്പുണ്ടായിരുന്നത്. ഇത് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞിരുന്നു അമേരിക്കൻ ഇന്റലിജൻസ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഇന്റലിജൻസ് ഇത് ഫ്ലൈറ്റിലോട്ട് അവരുടെ സിസ്റ്റം, അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ത്രൂ ഇങ്ങനെ ഒരു ഇത് കൊടുത്തു, എത്രയും പെട്ടെന്ന് ടെഹ്റാനിലോട്ടുള്ള വിമാനം അങ്ങോട്ട് ഇറക്കരുത്, പോകുന്ന വഴിയിൽ ഇവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ആക്രമിക്കാൻ എന്നും പറഞ്ഞിട്ട്. കാരണം ഇവർ ഇപ്പം നമുക്കറിയാം, അന്ന് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇറാൻ്റെ ഏതൊരു നേതാക്കളാണെങ്കിലും അവരാരും ഇപ്പം ഹൈഡ് ചെയ്ത് ബങ്കറിൻ്റെ അകത്ത് ഹൈഡ് ചെയ്യാൻ അതിനൊന്നും പോയിട്ടില്ല. അന്ന് ഒരു ബങ്കറിൻ്റെ അകത്തും അല്ലാണ്ട് നോർമൽ ഓഫീസിൽ വന്നിട്ടുള്ള അയത്തുള്ള അലി ഖാംനയുടെയും കുടുംബത്തിനെയാണ്, അദ്ദേഹത്തിൻ്റെ വീടും കുടുംബവും അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ പരിസരങ്ങളും അതിൻ്റെ അടിയിൽ കാലിയായിരുന്ന ബങ്കറുകളടക്കം തകർത്തിട്ടായിരുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആദ്യ ആക്രമണം. അതിനുശേഷം ഓരോ പരിപാടി അവിടെ നടക്കുമ്പോൾ അവിടുത്തെ റോട്ടിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ ജനങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ഈ പറഞ്ഞ മറ്റുള്ള നേതാക്കളൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും ഈസി ആയിട്ട് ഇസ്രായേലികൾക്ക് അങ്ങോട്ട് കയറി ആക്രമിക്കാനും അവരെ ഇല്ലാണ്ടാക്കി കളയാനും പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആയിരുന്നു ഈ ഒരു പരിപാടിയും. അമേരിക്കയുടെ താല്പര്യത്തിന് വഴങ്ങി, അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇറാന്റെയും ഇടനിലക്കാരുടെ പല സഖ്യകക്ഷികളുടെയും താല്പര്യത്തിന് വഴങ്ങിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ചർച്ച അന്ന് ഇസ്ലാമാബാദിൽ വെച്ച് നടന്നതും അങ്ങോട്ട് ഈ പറഞ്ഞ പ്രതിനിധികൾ വന്നിട്ടുണ്ടായിരുന്നതും. അത് മാത്രമല്ല, ഇവർക്ക് എസ്കോട്ടായിട്ട് പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ വരെ എസ്കോട്ടായിട്ട് പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു ത്രെട്ട്, ഭയങ്കരമായിട്ടുള്ള ത്രെട്ട് ഉണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്ന് ഈ എന്താ പറയുക, ഇറാൻ എയറിനെ അറിയിച്ചു. അവർ അതുകൊണ്ട് ടെഹ്റാനിലോട്ടുള്ള യാത്ര അവർ മാറ്റി, വിമാനം വഴിതിരിച്ച് വിടുകയായിരുന്നു. ടെഹ്റാനിലോട്ട് പോകാണ്ട് ഈ വിമാനം ഇറാന്റെ വടക്ക് കിഴക്കൻ മഷ്ഹദ് എന്ന് പറഞ്ഞിട്ടുള്ള അടിയന്തരമായിട്ട് ഈ സ്ഥലത്തോട്ട് ഇറക്കുക ചെയ്തിരുന്നത്. അവിടുന്ന് അതിനുശേഷം റോഡ് മാർഗമാണ് ഇവർ തിരിച്ച് ടെഹ്റാനിലോട്ട് വന്നത്. ഈ ഒരു ന്യൂസ് നമ്മൾ അന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ചില സെക്യൂരിറ്റി ത്രെട്ടുകൾ ഉള്ളത് കൊണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് ടെഹ്റാനിലോട്ട് പോകാണ്ട് വിമാനം തിരിച്ചു വിട്ടത്. പക്ഷേ ആ സെക്യൂരിറ്റി ത്രെട്ടിൻ്റെ യഥാർത്ഥ സത്യം എന്തായിരുന്നു? അത് അമേരിക്കൻ ത്രെട്ട് അല്ലായിരുന്നു. അത് ഇസ്രായേലികൾ ഈ പറഞ്ഞ പോലെ ഇതിലൂടെ എന്താ പറയുക, കള്ളക്കളികൾ പൊളിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യം. അത് അമേരിക്കൻ ഇൻ്റലിജൻസ് അറിയിക്കുകയായിരുന്നു ഇറാന്. കാരണം അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു ഈ യുദ്ധം ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ അത്തരത്തിൽ ഇറാൻ്റെ ഈ പറഞ്ഞ അബ്ബാസ് അറാച്ചിനെയും പാർലമെന്റ് സ്പീക്കറിനെയും ഒക്കെ ഇത്തരത്തിൽ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് രീതിയിലായിരിക്കും ഇറാൻ തിരിച്ചടിക്കുക എന്ന് അമേരിക്കക്ക് നല്ല വ്യക്തമായിട്ട് അറിയായിരുന്നു. കാരണം ഇറാൻ പിന്നെ മേലും കീഴും നോക്കാനില്ലാത്ത രീതിയിൽ ഇറാൻ മിസൈലുകൾ പ്രയോഗിക്കുമായിരുന്നു. അത് കംപ്ലീറ്റ് ഗൾഫ് രാജ്യങ്ങളിലോട്ടും ഇസ്രായേലിലോട്ടും അടിക്കുമായിരുന്നു. അതിനെ തകർക്കാനോ അല്ലെങ്കിൽ അതിനെ തടുത്ത് നിർത്താനോ അപ്പോഴത്തെ അവസ്ഥയിൽ ഈ പറഞ്ഞ ഒരു രാജ്യങ്ങൾക്കും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അത്തരത്തിൽ ഇടപെടൽ നടത്തിയതും. അതായത് കറക്റ്റ് പ്രോപ്പറായിട്ട് ചർച്ച ചെയ്യാനുള്ള ആളുകൾ ഇവരുടെ കൂടെ വേണം. ചർച്ച ചെയ്യേണ്ട ആളുകളെ കൊന്നുകളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ബാക്കി വരുന്ന ആളുകൾ, അതായത് അത് യുവരക്തമാണ്, അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള അല്ലെങ്കിൽ കുറേ എക്സ്പീരിയൻസുള്ള ആളുകളല്ല, അവർ യുവാക്കളാണ്. അവർ പിന്നെ ഇറാനികളെ നമുക്കറിയാം, അവരെ അങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ തിരിച്ച് ഏത് രീതിയിലും ആക്രമിക്കും. അതോടുകൂടി തന്നെ അവർക്ക് സപ്പോർട്ടായിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളും കൂടെ കൂടും. അത് പരസ്യമായിട്ട് തന്നെ, ഇപ്പോൾ റഷ്യ, ചൈന ഒക്കെ പരസ്യമായിട്ട് തന്നെ അന്ന് കൂടെ കൂടുമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിരുന്നെങ്കിൽ. അത്തരത്തിലൊരു ആക്രമണം നടന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു മഹായുദ്ധത്തിലോട്ട് വെക്കും. അത് പിന്നെ ഇസ്രായേലിനെ ഇല്ലാണ്ടാക്കാനും അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിനെ ഇല്ലാണ്ടാക്കാനും ഇറാന് സപ്പോർട്ടായിട്ട് റഷ്യയും അതുപോലെ തന്നെ ചൈനയും കൂടെ കൂടും എന്നുള്ള പൂർണ്ണ അറിവുള്ളത് കൊണ്ടായിരുന്നു അന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത എത്രയും പെട്ടെന്ന് ഇറാന് കൈമാറിയതും ആ ഒരു വലിയ അപകടം അന്ന് ഒഴിവാക്കിയതും എന്നാണ് ഇപ്പം ന്യൂയോർക്ക് ടൈംസിലാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. അതായത് ഇപ്പം ഇന്നാണ് ജൂലൈ 3 ഇന്നാണ് ഇപ്പോൾ ആ വാർത്ത ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടു കാണും, പല മാധ്യമങ്ങളും അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കണം, ഒരേ തരത്തിലുള്ള യുദ്ധനീതികളോ ഒരേ തരത്തിലുള്ള മാനുഷിക പരിഗണനകളോ ഒന്നുമില്ലാണ്ട് ഒരു രാജ്യത്തിനെ, ഒരു മുസ്ലിം രാജ്യമായിട്ടുള്ള ഇറാനെ തകർക്കണം എന്നുള്ളൊരു ചിന്തയിൽ മാത്രം ജീവിക്കുന്നത് ആരാന്നുള്ളത് വ്യക്തമാണ് നമുക്കറിയുന്നത്. അത് നെതന്യാഹും കൂട്ടരും തന്നെയാണ്. ഇറാനായിട്ട് അങ്ങോട്ട് ഒരു പ്രകോപനത്തിനും പോയിട്ടില്ല, ഒന്നും അടിക്കാണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളത്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ പറഞ്ഞ ജൂതന്മാരുടെ സാധനം വരെ താങ്ങി നക്കി നടക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി, സംഘികളും ഈ പറഞ്ഞ ജൂതനുണ്ടായിട്ടുള്ള നമ്മുടെ നാട്ടിലെ പിറപ്പുകളും മനസ്സിലാക്കിയാൽ മതി. ഇത്തരത്തിലുള്ള ചിന്താഗതി വെച്ച് ജീവിക്കുന്ന ആളുകളാണ് ഈ ജൂതന്മാരെന്നുള്ളതും അവരെ താങ്ങി നടക്കുന്ന സംഘികളും നമ്മുടെ നാട്ടിലെ മുസംഘികളും ക്രിസംഘികളും എച്ചിൽ പട്ടികളും എന്തിനാണ് അല്ല അവരുടെ കാശ് വാങ്ങിയിട്ട് ആ കാശ് കിട്ടാൻ വേണ്ടി ഏത് വൃത്തികെട്ട ഡിസ്കഷൻസും അല്ലെങ്കിൽ വാർത്തകളും ഈ നാട്ടിൽ പടച്ചു വിടുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഇവന്മാരുടെ ഉള്ളിലിരിപ്പ് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം പുറത്തോട്ട് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം ഇപ്പോൾ അവിടുത്തെ പരിപാടികൾ ഇപ്പം ഇന്ന് മുതൽ 4 തീയതി മുതൽ 9 തീയതി വരെയാണ് അവിടുത്തെ വിലാപയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അനുശോചന കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത്രയും ആളുകൾ അങ്ങോട്ട് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രതിനിധികൾ അവിടെ എത്തിയതിൻ്റെ വീഡിയോസും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒരുപാട് ലോക നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനിടയിൽ ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുടെ സൈഡിൽ നിന്നോ അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നോ ഒരു ആക്രമണം അങ്ങോട്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതൊരു മഹായുദ്ധത്തിലോട്ട് പോകുമെന്നും പിന്നെ ഒന്നും നോക്കാണ്ട് ഇറാൻ തിരിച്ചടിക്കും എന്നും കൂടെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇറാൻ്റെ വക്താക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക നിങ്ങളുടെ ഭാഗത്തുനിന്ന്. അടുത്ത അപ്ഡേറ്റഡ് വീഡിയോയിൽ കാണാം. ബൈ.